നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റിൽ നിന്ന് പ്ലാസ്റ്റിക്കും മറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ID പ്രൂഫ് എല്ലാം വെരിഫൈ ചെയ്ത് നമ്മളകത്തേക്ക് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആവുന്നു. നമ്മളിപ്പോൾ 10 പേരടങ്ങുന്ന ടീമാണ്. നമ്മൾ 5 പേര് ഒരുമിച്ച് വന്നതാണ്. മറ്റ് 5 പേര് പല സ്ഥലത്തുനിന്നായിട്ട് വന്ന് ഇവിടെ നിന്നൊരു ടീമായിട്ട് മാറിയതാണ്. സോ നമുക്കിപ്പോൾ ഒരു ഗൈഡുണ്ട്. അദ്ദേഹം പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു വടി ഓൾറെഡി 20 രൂപ എടുത്ത് ഒരു വടി എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, അല്ലാത്തവർക്ക് വാങ്ങണ്ട എന്നുള്ള തരത്തിലാണ്. പോകുന്ന വഴിയിലെല്ലാം തന്നെ പലതരത്തിൽ പല വലിപ്പത്തിലുള്ള മരങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മരങ്ങൾ നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ചൂട് അത്യാവശ്യം, വെയിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു കിതപ്പോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ചുറ്റും മരങ്ങളും അതിൻ്റേതായ തണുപ്പും കാറ്റും എപ്പോഴും ഇങ്ങനെ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇതുവരെ വന്നതൊരു നിരപ്പായ ഏരിയയിലൂടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു കയറ്റത്തിലേക്ക് കയറുകയാണ്. ഇനിയും ഇറക്കങ്ങളും കയറ്റങ്ങളും ആയിട്ട് മുന്നിലേക്ക് പോയിട്ടാണ് നമ്മൾ പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങളിലേക്ക് കയറുന്നത്. ഞാനിവിടെ ഒരു കിടങ്ങ് കാണിച്ചു തരാം. ഇവിടെ ചെറിയ ഷെഡുണ്ട്. നമ്മൾ ഈ പിക്കറ്റ് സ്റ്റേഷനിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾ ട്രക്കിങ്ങിലേക്ക് എത്തുന്ന ലാസ്റ്റ് പോയിന്റ് വരെയും ഇതുപോലുള്ള ചെറിയ ചെറിയ ഷെഡുകളുണ്ട്. ഓരോ വാച്ചേഴ്സും ഓരോ ഷെഡിലുമായിട്ടുണ്ടാവും. ഈ പരിസരങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വാച്ചേഴ്സ് ആയിട്ടാണ് മറ്റ് ക്രാക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് മൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചു വിടുന്നത്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കിടങ്ങ്. ഇങ്ങനെ അത്യാവശ്യം ആഴമുണ്ട് ഇതിന്. ഈ കിടങ്ങ് ചാടിക്കിടന്ന് മൃഗങ്ങൾ പോകുമില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയൊരു അറിവില്ല. സാധാരണ പോകില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും വേണ്ടി വന്നാൽ ഒരു പുലിക്കോ കടുവയ്ക്കോ ചാടി ക്രോസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് മാത്രമേ ഈ കിടങ്ങിൽ കാണുന്നുള്ളൂ. ഇതിനെ ക്രോസ് ആയിട്ടാണ് ആ ഒരു കിടങ്ങ് കുഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ചുകൂടി കട്ടിക്കായിട്ടുള്ള കയറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളുടെ വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും. എങ്കിൽ പോലും അതിനിടയിലുള്ള ഉരുളം കല്ലുകളും മറ്റൊക്കെ ആയിട്ട് കയറ്റം കുറച്ചും കൂടി ടാസ്ക് ആവുന്നുണ്ട്. ഇത്രത്തോളം കയറ്റം മുകളിലേക്ക് പോകുന്തോറും കൂടി വരുന്നുണ്ട്. എൻ്റെ ഒപ്പമുള്ള 4 പേരുടെയും കാലിലെ ഷൂ ആണ്. 4 പേരുടെ അല്ല, ഇതിലേക്ക് ചേട്ടൻ ഒരു ക്രോക്സാണ്. ഞാൻ നോർമൽ ഒരു ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. സോ ചെറിയ പൊടി മണ്ണിൽ അതൊരു വഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരാളെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ട്രക്കിംഗ് ടീമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ 10 പേരിൽ ഒരാളായിട്ട് വന്നതാണ് അഷ്കർ ബ്രോ അടൂരുകാരനാണ്. ആളത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു പാഷനറ്റ് ആയിട്ട് പോകുന്ന, ഒരുവിധം കേരളത്തിലെ ട്രക്കിങ്ങുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹായ് ബ്രോ. ഹായ്. പലപ്പോഴും കാട്ടുപോത്തും കരടിയും ആനയും അടക്കമുള്ള പല മൃഗങ്ങളെയും കാണാൻ സാധ്യതയുള്ളൊരു മേഖലയാണിത്. പക്ഷേ ഒരു സീസൺ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് കയറുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, പല ഭാഗത്തായിട്ടുള്ള വാച്ചേഴ്സ് കൃത്യമായിട്ട് ആ മൃഗങ്ങളെല്ലാം ആ ഒരു ഏരിയയിലില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ അനിമൽ സീയിങ്ങിൻ്റെ ഒരു കാര്യം ഭയങ്കര റയറാണ്. ഇവിടെ എല്ലാം ചെറിയ നനവുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ കൊളയട്ട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കാട്ടിൽ നനവുള്ള ഷോല ഏരിയസിലൊക്കെയാണ് കൊളകെട്ടുകൾ ഉണ്ടാവാറ്. അത് നമ്മുടെ ശരീരത്തിലെ ഹീറ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസിനെ സെൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കുന്നത്. അത് പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ അറിയത്തോലുമില്ല. അതവിടെ ഇരുന്നിട്ട് ബ്ലഡ് അത്യാവശ്യം അതിന് വേണ്ടുന്നത്രയും എടുത്ത ശേഷമായിരിക്കും നമ്മളത് അറിയുന്നത്. ജുജുബി പ്ലം എന്നൊരു ഫ്രൂട്ടാണിത്. അസാധ്യ ടേസ്റ്റാണ്. ഞങ്ങൾ വാങ്ങുമ്പോൾ കിലോ 60 രൂപയായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇത് വാങ്ങിയുള്ളൂ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. ഇതുകൂടാതെ കുറച്ച് ക്യാരറ്റും കഴിച്ച് ഞങ്ങൾ ക്ഷീണമകറ്റി നടക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ നടന്ന് ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ഏകദേശം ഒരു ഹാഫ് ഡിസ്റ്റൻസിലേക്ക് എത്തുകയാണ്. നോർമലി ട്രക്ക് ചെയ്ത് വരുന്നവരെല്ലാം ഈ കാണുന്നൊരു വാട്ടർ സോഴ്സിൽ നിന്നാണ് കുളിക്കുകയും അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഷ്കർ ബ്രോ, കുളിക്കാനുള്ള പ്ലാൻ ഉണ്ടോ?